രാഹുൽ ഈ വിവാദങ്ങൾക്ക് ശേഷം, ലൈംഗികാരോപണങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു പൊതുപരിപാടിയിലേക്ക് ഈ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പൊതുപരിപാടിയിലേക്ക് മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ട്, പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ട് ഉള്ള ഒരു പരിപാടിയാണ്. എന്തായാലും ആ പരിപാടിക്ക് വലിയ തോതിലുള്ള പ്രതിഷേധം, രാഹുലിന്റെ വാഹനം ഏറെ നേരം തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. എന്തായാലും ആ പ്രതിഷേധത്തിനിടയിൽ കാറിൽ നിന്ന് ഇറങ്ങി വന്നു. പ്രതിഷേധക്കാരുന്നയിക്കുന്നത് ഇപ്പോൾ എന്തായാലും പരിപാടി നടക്കാൻ പോവുകയാണ്. ഈ ഒരു വളരെ ചെറിയൊരു പരിപാടിയാണ്, അത് തുടങ്ങാൻ പോവുകയാണ്. പരിപാടി കഴിഞ്ഞിട്ടേ കാണുള്ളൂ. പരിപാടി കഴിഞ്ഞ് കാണും. നമ്മൾ പരിപാടി നടക്കട്ടെ, പരിപാടിയിൽ പറയാലോ, പരിപാടി സംസാരിക്കുമല്ലോ. ഈ പരിപാടിക്ക് കഴിഞ്ഞ് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ പരിപാടി സംസാരിക്കാമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. എന്തായാലും ഇപ്പോഴും പൂർണ്ണമായൊരു സംഘർഷ സാധ്യത ഈ നിലനിൽക്കുകയാണ്. കാരണം ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ബിജെപി പ്രവർത്തകരും പൂർണ്ണമായി പോയിട്ടില്ല. ബിജെപി പ്രവർത്തകർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വലിയ പ്രതിരോധം തീർത്തിരുന്നു. ഇപ്പോഴെന്തായാലും ഈ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് വളരെ പെട്ടെന്ന്. ശരി, എന്തായാലും ഉദ്ഘാടന പ്രസംഗം കഴിയട്ടെ, പരിപാടി കഴിഞ്ഞിട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കാം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അതേ, അവിടെ എത്തിയപ്പോൾ മുതൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്. സാധ്യത അവിടെ ഈ ഉദ്ഘാടന വേദിയിൽ, അതായത് ഈ ഉദ്ഘാടന പ്രസംഗം നടക്കാൻ പോകുന്നിടത്തും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഒരു സംഘർഷ സാഹചര്യം തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? ഇപ്പോഴെന്തായാലും ഈ ഉദ്ഘാടന സംസാരം നടക്കുന്ന പരിപാടി നടക്കുന്ന അവിടെയില്ല. എന്നാൽ ഈ വഴിയിൽ പല ഭാഗത്തായി ഉണ്ടായിരുന്നു. അവരെ പോലീസ് നീക്കം ചെയ്തിട്ടുണ്ട്. ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ UDF-ന്റെ നിരവധി പ്രവർത്തകരുണ്ട്. ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നേരിട്ടാൽ അത് വലിയൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകും. ഭാഗ്യവശാൽ അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എന്തായാലും ഇപ്പോൾ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. നിലവിൽ ഇവിടെ ഈ പ്രതിഷേധക്കാരായി ആരും തന്നെയില്ല. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരാണ് നിലവിൽ ഈ ഭാഗത്ത് ഉള്ളത്. പരിപാടിയിൽ രാഹുലും അതോടൊപ്പം തന്നെ ഈ വാർഡ് മെമ്പർ ഉൾപ്പെടെ ഉള്ള ആളുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ സംസാരിക്കും. ദിവ്യ, എന്തായാലും രാഹുൽ എത്തിയപ്പോൾ വലിയ സ്വീകരണം തന്നെയാണ് അവിടെ കോൺഗ്രസ് നേതാക്കളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. രാഹുലിന്റെ ചുമലിലെടുത്തുകൊണ്ടാണ് ഉദ്ഘാടന വേദിയിലേക്ക് പ്രവർത്തകർ എത്തിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് പ്രവർത്തകർ വലിയ രീതിയിലൊരു സ്വീകരണം രാഹുലിന് ഒരുക്കിയിട്ടുള്ളത് എന്നതാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും വിവാദങ്ങൾ, ലൈംഗിക ആരോപണങ്ങൾക്കൊടുവിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തും നടക്കം രാഹുലിന് പടിയിറങ്ങേണ്ടി വന്നതാണ്. അതിന് പിന്നാലെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇടവേളയുണ്ടായിരുന്നു. അദ്ദേഹം മണ്ഡലത്തിലൊന്നും എത്തിയിരുന്നില്ല, പൊതുപരിപാടിയിലൊന്നും പങ്കെടുത്തിരുന്നില്ല. തുടക്കം മുതൽ തന്നെ ഡിവൈഎഫ്ഐ ഈ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ MLA അനുവദിക്കില്ല എന്നടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനിടയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പൊതുപരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിരായിരി പഞ്ചായത്തിലെ റോഡ് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് രാഹുൽ എത്തിയത്. നാണമുറിച്ച റോഡ് ഉദ്ഘാടനം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉദ്ഘാടന പ്രസംഗമാണ്. എന്ത് മറുപടിയാണ് രാഹുൽ പറയുക എന്നതാണ്